ആഷിഖ്, സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയമൊന്നുമല്ല, തെരഞ്ഞെടുപ്പൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വൈറലായിട്ടുള്ള അമ്മയ്യ വിഷ്ണു ദമ്പതികൾ പിരിഞ്ഞിരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി ആൾക്കാർ റിയാക്ഷൻ ഇടുന്നു, ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, ഖണ്ഡകാവ്യം എഴുതുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അത് ഏറ്റവും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ച ഒരു ഡിവോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിവോഴ്സ് കേരളത്തില് അങ്ങ് പാട്ടാവാൻ അതാണ് ഈ അമയ വിഷ്ണു റിലേഷൻ. ഇവര് മൊത്തം കോമഡിയാണ്. അതായത് 18 വയസ്സ് 21 വയസ്സ്, പെൺകുട്ടിക്ക് 18, ആൺകുട്ടിക്ക് 21. അതായത് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം 18 ആണല്ലോ. ആ ഒരു 18 വയസ്സ് വരെ ആ പെൺകുട്ടി കാത്തിരുന്നു. 8 വർഷത്തെ പ്രണയബന്ധമാണ്. അതിനുശേഷം 18ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, നേരെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവര് റീൽ ചെയ്ത് ജീവിക്കുന്നു. അതെ, ഇപ്പൊ ഈ പ്രണയം എന്ന് പറഞ്ഞ അന്തമാണല്ലോ, അതിന് കാഴ്ചയില്ലെന്നാണല്ലോ പറയുന്നത്. അതെ, കണ്ണില്ല മൂക്കില്ല. അത് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം വീട്ടിൽ അരി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കാശ് ആയപ്പോഴാണ് അവർക്ക് കണ്ണും മൂക്കും ഹൃദയവും തലച്ചോറും വന്നതെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പൊ ആദ്യമൊക്കെ ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്കാരുണ്ട്. അതിലൊക്കെ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, വിഷ്ണു എങ്ങും പോകണ്ട, വിഷ്ണു എന്റെ അടുത്തിരുന്നാൽ മതി. മറ്റേ മധുരം സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ, സാബോടെ ഞാനിവിടെ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി എന്നൊരു ലൈനായിരുന്നു. ആ കുട്ടി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പണ്ട് എന്റെ വീട്ടിൽ ഈസി ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ നല്ല സാഹചര്യമായിരുന്നു, അമ്മ എന്നെ പ്രേമിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു, പക്ഷെ എനിക്ക് വിഷ്ണുവിനെ ഇല്ലാതെ പറ്റില്ല, വിഷ്ണുവിന്റെ കൂടെയാ. അവന് ഇച്ചിരി കഞ്ചാവൊക്കെ അടിക്കും. അതൊക്കെ ഇങ്ങനെ ഒരു അല്ല, അത് നോർമലൈസ് ചെയ്ത ഡയലോഗാണ്. അത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവന് 1-2 വണ്ടി കേസുണ്ട്, കുറച്ച് കഞ്ചാവ് കേസുണ്ട്, 2 വാറന്റ് കേസാണ്, കുഴപ്പമില്ലെന്നാണ് വക്കീല് പറഞ്ഞത്. നോക്കൂ, ഒരു കഞ്ചാവ് കേസ്, അതായത് എന്റെ നാട് റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു നാട്ടില് കഞ്ചാവ് യൂസ് ചെയ്ത ഒരു യുവാവ്, അവൻ ആ സൊസൈറ്റിയിൽ മൊത്തം എല്ലാവരുടെയും കണ്ണിൽ അവൻ കഞ്ചാവ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അവനെ ആൾക്കാർ കാണാൻ വരുന്ന ആൾക്കാരെ ജഡ്ജ് ചെയ്യും. അവന് വേണ്ടി വിവാഹം ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവില്ല. അവന്റെ ഭാവി അവിടെ കൂമ്പടഞ്ഞു പോവുകയാണ്. അതിനുശേഷം അവൻ IAS പഠിച്ചെഴുതി ജയിച്ചു വന്നാലും കഞ്ചാവുകാരനായി IAS. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വാഴ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ഇതുപോലെ ഇഷ്യൂല് പെട്ടുപോയിട്ട് നാട്ടുകാരെ ജഡ്ജ്മെന്റ് ഈ സിനിമയില് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അത് എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഇനി അത് കള്ളക്കേസ് ആയിക്കോട്ടെ, അത് നാട്ടുകാർക്ക് അത് ചീത്തയായിട്ട് കാണാനാണ് താല്പര്യം. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ഈ ഒരു ഇതുപോലത്തെ ഡ്രഗ്സ് വണ്ടിച്ചക്ക് കേസിനെ നോർമലൈസ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ ഇവരുടെ റീൽസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇതെന്താ കൂളോ, ഇതെന്താ കുപ്പിയോ, ഇതെന്താ ജവാനോ എന്നൊക്കെ ചോദിക്കാൻ വളരെ നോർമലൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടി എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ പറയുന്നതില്, പണ്ടൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു, പിന്നെ അത് തന്നെയായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കൺകെട്ടിയ പ്രണയത്തിന് പുറത്തു വന്നപ്പോഴാണ് ഇതെല്ലാം തെറ്റായിരുന്നു. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ പോകുമ്പോ അവർക്ക് ഈ മുമ്പ് മാസം എന്നുള്ള ഇതെല്ലാം അത് തെറ്റായിട്ട് തോന്നി. അതെ, അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഇപ്പൊ ഈ കുട്ടി അന്ന് വിവാഹിതയായപ്പോഴും ഈ റീൽസ് കണ്ടു തുടങ്ങിയപ്പോഴും നമ്മളെല്ലാം ചിന്തിച്ചൊരു കാര്യമുണ്ട്, 18 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. ഒരു വിവേചന ബുദ്ധി, നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് ഇതാണ് എനിക്ക് വേണ്ട പാർട്ട്ണറിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രായം 25 ആണ്. 25 വയസ്സിന് താഴെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു 50% തെറ്റാനുള്ള സാധ്യതയാണ്. ഇതിൽ തെറ്റാം അല്ലെങ്കിൽ ശരിയാ, ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. അപ്പോൾ ഈ കുട്ടി ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് പഠിക്കുക എന്നുള്ളത്. കുട്ടി മാത്രമല്ല, വിഷ്ണുവും അതെ. 21 വയസ്സ് എന്ന് പറയുന്നത് ചെറിയ പ്രായം തന്നെയാണ്. അവനും പഠിക്കേണ്ടിരുന്ന പ്രായമാണ്. പഠിച്ച് ഒരു ജോലി മേടിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ ഏത് സാമ്പത്തിക ഭദ്രതയിലാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ആകണമായിരുന്നു ഈ തീരുമാനം. ഇപ്പോഴും ഈ കുട്ടി മറ്റൊരു റിലേഷൻഷിപ്പിലായി എന്ന് പറയുന്നു, അതിന്റെ അവിഹിതമാണെന്നൊക്കെ പറയുന്നത്. അതിന്റെ മോറൽ സൈഡിലോട്ടൊന്നും നമ്മൾ അതിന്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോഴും കുട്ടി പഠിച്ചിട്ടില്ല, അവൾക്ക് ജോലിയില്ല, സ്വന്തമായ ഒരു വരുമാന മാർഗമില്ല. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ വഴിയൊക്കെ കിട്ടുമായിരിക്കാം, എന്നാലും നല്ലത്, കുഴപ്പമില്ല. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മണി ഏണിംഗ് രീതികളായിട്ട് മാറിക്കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. വിദ്യാഭ്യാസം തരുന്ന മെറിറ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നും ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സേഫ് സോൺ ആണ്. നമുക്ക് വിദ്യാഭ്യാസം തരുന്ന ഒരു സേഫ് സോൺ ആണത്. അത് മാറ്റി +2 പഠനം നിർത്തിയ ശേഷം പുറത്തേക്ക് ഇതുപോലെ റീൽസും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ അതുവരെ ഒരു കാരണവശാലും അവരെ തള്ളി പറയുക എന്നല്ല, പക്ഷെ അത് നിങ്ങളുടെ
നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. എടുക്കുന്ന ഈ ഒരു പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മ എന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി, വിഷ്ണുവേട്ടൻ വന്നു, വിഷ്ണുവേട്ടൻ എനിക്ക് ഫ്രീഡം തന്നു. ദാറ്റ് ഇസ് നോട്ട് ലൈഫ്. ഫ്രീഡം അത് ഫ്രീഡം ഒരാൾക്ക് കൊടുക്കേണ്ടതല്ല, അത് ഓൾറെഡി നമുക്ക് ഉള്ളതാണ്. അത് നമുക്ക് ഉള്ളതാണ് ഫ്രീഡം. അത് മറ്റൊരാൾക്ക് തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രീഡം നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊരാൾ തരുമ്പോ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല. അത് തിരിച്ചറിയാനുള്ള ബോധം വരണം. അതാണ് നമ്മള് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. പുറത്തു പോയി കുറച്ചു പേരുമായിട്ട് സഹകരിച്ച് ഒരു കോളേജ് അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസിലോ ഒക്കെ സഹകരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് സർട്ടിഫിക്കറ്റ് അല്ല, ഉറപ്പായിട്ടും 18 വയസ്സ് കഴിഞ്ഞ് കണ്ടന്റ് ക്രിയേഷൻ വഴി പൈസ ഏൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പഠിക്കേണ്ട കുറെ ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോ ഈ ബന്ധങ്ങളാണെങ്കിൽ പോലും ഒരു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കുറെ നാള് എല്ലാം നല്ലതായിരിക്കും. ചേട്ടന്റെ കൂടെ ഒരു ചെറിയ പുരയിൽ താമസിക്കാനാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് പ്രണയം മാത്രമാണ്. ചെറ്റക്കുടലും പഴകിയ ഒരു പായൽ കിടന്നാൽ ഞാൻ കിടന്നുറങ്ങും എന്നുള്ള പഞ്ചാര വാക്കുകളുണ്ട് അവർ പ്രണയത്തിൽ വീണു പോകുന്നത്. അതെ, നീ ഉണ്ടെങ്കിൽ എനിക്ക് പട്ടിണി കിടക്കാനും ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ ഫേസോടുകൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സർവൈവൽ ഫേസ് ഉണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് കഴിക്കാൻ അരിഭക്ഷണം കഴിക്കണം, വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ ഒഴിക്കണം, അല്ലാതെ വെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടില്ലല്ലോ. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യണം, അത്യാവശ്യം നല്ല ക്വാളിറ്റി എടുക്കണമെങ്കിൽ ക്യാമറ, ലൈറ്റ്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വേണം. ഇതൊന്നും ഇല്ലാതെ വെറും ഒരു ഫോണിന്റെ ഇതില് ഇവരുടെ ഈ ഇമോഷൻ വെച്ച് മാത്രം നടക്കില്ലല്ലോ. അതെ, ഇപ്പൊ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാകും. ഈ പറഞ്ഞ 12 വയസ്സിനോ 10 വയസ്സിന് മേളിലോട്ടുള്ള 18 വയസ്സ് തികയാത്ത കുട്ടികൾ ആ ചേച്ചി എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമുക്ക് അതുപോലെ ആവാന്നുള്ളൊരു തോട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഒരു 100-ൽ ഒരാൾക്കാണെങ്കിലും ഉണ്ടായാൽ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ റിയൽ അല്ല റിയൽ ലൈഫ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ വിഷ്ണു അമേയയുടെ ഇഷ്യൂ. ഇത് പിന്നെ ഒരു ടോക്സിസിറ്റിയുടെ ഒരു കുട്ടിയെ പച്ചയ്ക്ക് മുതുകിൽ നിന്ന് ചവിട്ടുന്ന വീഡിയോ എല്ലാവരും കാണുന്നു. അതെല്ലാവരും കൈയടിച്ച് എൻജോയ് ചെയ്യുന്ന മറ്റൊരു വിഭാഗം. അതെ, ഇപ്പൊ അത് ഉപദ്രവിക്കുന്ന അവളെ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ കണ്ടന്റ് ആക്കുന്നു. അത് കാണാൻ മലയാളികളുണ്ട്, അതിനെ കളിയാക്കാൻ ആളുകളുണ്ട്, പിന്നെ ട്രോളാൻ ആളുകളുണ്ടായിരുന്നു. അല്ല, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ കോമാളിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, ഇതുപോലെ എന്താ പറയാ, ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത രീതിയിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് റീൽസ്, അത് നമ്മുടെ സമൂഹത്തിന് യാതൊരുവിധ മെസ്സേജും കൊടുക്കുന്നില്ല. അല്ല, ഒന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ അമ്മയ്ക്ക് വിഷ്ണുവായിട്ടുള്ള ബന്ധം 8 വർഷത്തെ റിലേഷൻ ആണ്. 8 വർഷത്തെ റിലേഷൻ. ആ കുട്ടി 18 വയസ്സിലും വിവാഹം കഴിച്ചെന്ന് പറയും. അതെ, 8 വയസ്സിന് മുമ്പെന്ന് പറയുമ്പോൾ 10 വയസ്സിൽ തുടങ്ങിയ വിവാഹബന്ധം, പ്രണയബന്ധം, അതാണ് 18 വയസ്സിന് ശേഷം അവര് കാത്തിരുന്നു വിവാഹത്തിന് വേണ്ടി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതായത് 17 വയസ്സ് വരെയാണ് ഈ പോക്സോ നിയമത്തിലുള്ളത്. പെട്ടെന്ന് അടുത്ത വർഷം ആകുമ്പോൾ 18 വയസ്സാകുന്നു. ഇതുവരെ ഇല്ലാത്ത ബോധം 18 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നിയമത്തിനെ നിഷ്കർഷിക്കാൻ ഇപ്പോ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കണമല്ലോ. ഇപ്പൊ എനിക്കൊരു മെച്ചൂരിറ്റി വന്നത് എന്റെ ഒരു 20ാമത്തെ വയസ്സിലായിരിക്കാം, വേറൊരാൾക്ക് വന്നത് 16ാമത്തെ വയസ്സിലാക്കാം. അപ്പൊ ആ 16ാമത്തെ വയസ്സിൽ ആ കുട്ടി കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിനെല്ലാം ഒരു ക്രൈറ്റീരിയ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ 18 തികയ്ക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് സൈക്കോളജിക്കലി 25 വയസ്സാണ് ഇതിന്റെ എല്ലാം പ്രായം. നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പായി നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ധാരണകളെല്ലാം സെറ്റായി എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ ആ പ്രായമാകണം. ഞാൻ മേഘയുടെ ഒരു കാര്യം ചോദിക്കാം. മേഘയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മേഘയ്ക്ക് ഒരു അംബിഷൻ ഉണ്ട്, ഗോളുണ്ട്. ആ ഒരു ഗോളിലേക്ക് നടന്നെത്താൻ വേണ്ടി ഇതുപോലുള്ള അല്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അല്ലേ പോയത്? അതോ ഇപ്പൊ കാണുന്നതാണ് ലൈഫ്, ഇതിനെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണോ, അതോ ഫ്യൂച്ചറിലേക്കുള്ള രീതിയിലുള്ള യാത്രയായിരുന്നു മേഘ ചൂസ് ചെയ്തത്? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു വിവാഹ ബന്ധമുണ്ടായാൽ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ എന്റെ മുന്നോട്ടുള്ള കരിയറിൽ അതൊരു വലിയ ബാധ്യതയാകും എന്നുള്ള തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ ഒരു പാർട്ട്ണറിന്റെ ഒപ്പം ഇത് ചവിട്ടിക്കടന്ന ആൾക്കാരെയും എനിക്കറിയാം. ഇത് രണ്ടും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ പേഴ്സണൽ ലൈഫ് വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട, എൻ്റെ കരിയർ എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണം എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ എന്ത് തന്നെ ആയാലും ഇപ്പോൾ വിഷ്ണു അമ്മയെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ 10 വയസ്സിലോ 12 വയസ്സിലോ അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും 18 വയസ്സിന് ശേഷം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. അമ്മയ്ക്ക് വിഷ്ണു എന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി.
അയാളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇറങ്ങിപ്പോവാൻ പറ്റിയല്ലോ, ഇറങ്ങിപ്പോവാൻ ആ കുട്ടി ധൈര്യം കാണിച്ചു. നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകാതെ കഞ്ചാവടിച്ച് നടക്കുന്ന ഒരാളുമായിട്ട് ബന്ധം ഉണ്ടായി. ചെറിയ പ്രായത്തിൽ 10 വയസ്സിൽ പ്രണയം തോന്നി, 8 വർഷം അതിൽ കടിച്ചു തൂങ്ങി നിന്ന് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. അതവിടെ നിർത്താൻ പറ്റിയത് നല്ല കാര്യം. പക്ഷെ ഇനിയുള്ള ചൂസ് ചെയ്യുമ്പോൾ, ഇനി എത്രാമത്തെ ബന്ധമാണെങ്കിൽ പോലും ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാകും. അതെ, ഈ ഇൻഫാക്ച്വേഷൻ അല്ല റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു എടുത്തുചാട്ടത്തിന് ചാടിയിട്ട് തിരിച്ച് കയറാൻ നമുക്ക് ആവത്തില്ലല്ലോ. എല്ലാവർക്കും പറ്റില്ല. ഇപ്പൊ നമ്മള് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കസിൻസ് 7ലും 8ലും ഒക്കെ പഠിക്കുമ്പോൾ ഇവരിങ്ങനെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ദൈവമേ റിലേഷൻഷിപ്പ് സെറ്റായോ. അപ്പൊ എന്റെ മനസ്സിലുള്ള തോട്ട് എന്ന് പറയുന്നത്, ഇവർ ഒരു റിലേഷൻഷിപ്പിൽ ചെന്നുപെട്ട് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ലെങ്കിലോ, ഒരു പ്രണയിച്ചോട്ടെ, അവർക്ക് ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടിയിട്ട് അവർക്ക് ജീവനെ പേടിച്ച്, അല്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ച്, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ. അത് മറ്റൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഒരു ബ്രേക്കപ്പ് നടത്തിയതിനു ശേഷം ഇപ്പൊ നമ്മൾ കേരളത്തിലെ പലവിധ ഇഷ്യൂസ് കണ്ടതാണ്. വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, സാധാരണ ഒരു വെടിവെച്ച് കൊന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അപ്പൊ എന്താ പറയാ, ആ ഒരു റിലേഷനിൽ നിന്ന് അതിനെ പിൻവാങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബോണ്ടിങ് ആയി പോകും. ആ ഒരു ബോണ്ടിങ് അതെ, ആ ഒരു ട്രോമ ഒരുപക്ഷെ അവരെ കൂടുതൽ കുറ്റവാളിയാക്കിയേക്കാം, ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടേക്കാം. അതെ, ഇപ്പൊ ഇഷ്ടമല്ലാത്ത ബന്ധത്തിൽ തുടരുന്ന ഒരുപാട് മനുഷ്യരില്ലേ, കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും. അത് ചില മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് കാണുന്നവർക്ക് അയ്യോ ഇത് അവസ്ഥയായി പോയല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ എന്തായാലും ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, നല്ല കാര്യമാണ്. ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കാത്തവർ തുടരാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതെ.